ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ചാനലായ കുക്കിംഗ് അറ്റ് മേഫ്ലവറിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഡെസേർട്ടാണ്, സ്നോബോൾ കസ്റ്റർഡ്. നമ്മൾ സാധാരണ കസ്റ്റർഡ് ഉണ്ടാക്കുന്ന പോലെ കസ്റ്റർഡ് ഉണ്ടാക്കിയിട്ട് മുട്ടവെള്ളം അടിച്ച് നല്ല കട്ടിയായിട്ട് പതപ്പിച്ചെടുത്തതിന് ശേഷം അത് കുക്ക് ചെയ്ത് ചെറിയ ബോൾസായിട്ട് ഇതിൻ്റെ മുകളിൽ ഇട്ട് ഉണ്ടാക്കുന്ന ഒരു ഡെസേർട്ടാണിത്. ഇത് വളരെ ടേസ്റ്റിയും കാണാൻ നല്ല ഭംഗിയുള്ളതുമാണ്. നമുക്കിതൊരു പാർട്ടീസ് ഡെസേർട്ടായിട്ടും റംസാനൊക്കെ ഉണ്ടാക്കാൻ വളരെ നല്ലതാണ്. നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടിയുള്ളൂ. നമുക്ക് ഈ ഡെസേർട്ട് ഉണ്ടാക്കാൻ തുടങ്ങാം. കസ്റ്റർഡ് ഉണ്ടാക്കാനുള്ള പാല് നമുക്കൊരു സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 4 കപ്പ് പാലാണ് കസ്റ്റർഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഇനി അരക്കപ്പ് പാല് നമുക്ക് കസ്റ്റർഡ് ഒന്ന് കലക്കി എടുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പ് മിൽക്ക് മെയ്ഡ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു അരക്കപ്പ് പഞ്ചസാരയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ചിലർക്ക് മധുരം കൂടുതൽ വേണ്ടി വരും, അങ്ങനെയുള്ളൊരു മധുരം കൂടുതൽ ചേർക്കുക. കുറച്ച് മതിയെങ്കിൽ നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ചേർത്താൽ മതി. ഇനി ഒന്ന് സ്പൂൺ കൊണ്ട് നന്നായിട്ട് കലക്കി കൊടുക്കണം. ഇനി കസ്റ്റർഡ് പൗഡർ ഒന്ന് കലക്കി എടുക്കണം. അതിനായിട്ട് ഇതുപോലുള്ള ബൗളിലേക്ക് ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡറാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി കസ്റ്റർഡ് പൗഡറിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന പാല് കുറേശ്ശെ ഒഴിച്ച് ഒന്ന് കട്ടയില്ലാതെ കലക്കി വെക്കണം. ഇപ്പോൾ കസ്റ്റർഡ് പൗഡർ നന്നായിട്ട് കലക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പാല് ഒന്ന് സ്റ്റൗവിൽ വെച്ച് നന്നായിട്ട് തിളപ്പിക്കണം. സ്റ്റൗവിൽ വെച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കലക്കി വെച്ചിരിക്കുന്ന കസ്റ്റർഡ് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഇളക്കി കസ്റ്റർഡ് ഒന്ന് കുറുക്കിയെടുക്കണം. ഇപ്പോൾ കസ്റ്റർഡ് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. തണുത്ത കസ്റ്റർഡ് നമുക്ക് ഇതുപോലൊരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം ഒരു ക്ലിങ് ഫിലിം കൊണ്ട് ഇതുപോലെ ഇങ്ങനെ പൊതിഞ്ഞതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് നന്നായിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇത് കസ്റ്റർഡിനുള്ള ഫ്രൂട്ട്സ് ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ആപ്പിൾ ചെറുതായിട്ട് അരിഞ്ഞത്, പഴം ചെറുതായിട്ട് അരിഞ്ഞത്, മുന്തിരി. നമുക്ക് വേണമെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇതിനു വേണ്ടി ഉപയോഗിക്കാം കേട്ടോ. ബദാമോ കശുവണ്ടിയോ ഈന്തപ്പഴമോ ഒക്കെ വേണമെങ്കിൽ ഇതിൽ അരിഞ്ഞിട്ട് ഉപയോഗിക്കാം. ഇനി ഈ ഫ്രൂട്ട്സ് എല്ലാം കൂടി നമുക്ക് ഇതുപോലൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഫ്രൂട്ട്സും നമുക്കൊരു ബൗളിലാക്കിയതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. സ്നോബോൾ ഉണ്ടാക്കാനായിട്ട് 2 മുട്ടയുടെ വെള്ളം ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. മുട്ടവെള്ളം പൊട്ടിച്ചിടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പാത്രത്തിലൊന്നും ഒട്ടും വെള്ളമയം പാടില്ല. വെള്ളമയം ഉണ്ടെങ്കിൽ മുട്ട നന്നായിട്ട് പതഞ്ഞ് കിട്ടില്ല. ഇനി ഒരു ഹാൻഡ് ബ്ലെൻഡർ വെച്ചിട്ട് മുട്ട നല്ലതുപോലെ അടിച്ച് പതപ്പിക്കണം. ഇപ്പോൾ വലിയ മുട്ടയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു മുട്ടയുടെ വെള്ളം മാത്രം ഇതിന് ഉപയോഗിച്ചാലും മതിയാകും. ഇപ്പോൾ മുട്ടവെള്ളം നന്നായിട്ട് അടിച്ച് പതപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2-3 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ട് അടിച്ച് പതപ്പിക്കണം. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. മുട്ട അടിച്ച് ഇതുപോലെ നല്ല കട്ടിയുള്ള പരുവാക്കി എടുക്കണം. നമ്മളതിൻ്റെ പാത്രം ഇങ്ങനെ കാണിച്ചാൽ പോലും മുട്ട ഇങ്ങനെ താഴേക്ക് വീഴാത്ത പരുവത്തിൽ വേണം അടിച്ചെടുക്കാനായിട്ട്. എന്നാൽ മാത്രമേ സ്നോബോൾ ഉണ്ടാക്കുമ്പോൾ നല്ല പാകത്തിന് കിട്ടുകയുള്ളൂ. ഇനി സ്നോബോൾ ഉണ്ടാക്കാനായിട്ട് ഇതുപോലെ ഒരു പരന്ന പാനിൽ നമുക്ക് വെള്ളം ചൂടാക്കാൻ വെക്കണം. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അടിച്ചു വെച്ചിരിക്കുന്ന മുട്ടയിൽ നിന്ന് ഒരു ചെറിയ സ്പൂൺ
ഇതുപോലെ കോരിയിട്ട് ഈ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ ബോൾസ് ആയിട്ട് ഇട്ട് കൊടുത്താൽ മതി. കുക്കായി വരുമ്പോഴത്തേക്കും കുറച്ച് വീർത്ത് വരും. ഒരു 5-6 ബോൾസ് വീതം ഇട്ട് ഉണ്ടാക്കിയാൽ മതി. ഇതിട്ട് കഴിഞ്ഞിട്ട് ഒരു ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ച് 2-3 മിനിറ്റ് കുക്ക് ചെയ്യണം. ഇപ്പോൾ ഇത് പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ബാക്കിയുള്ള ബോൾസ് നമുക്ക് ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ബാക്കിയുള്ള സ്നോബോൾസ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റിയതിന് ശേഷം കുറച്ച് സമയം തണുക്കാനായിട്ട് വെക്കണം. നല്ലതുപോലെ തണുത്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറച്ച് സമയം തണുപ്പിക്കണം. ഇപ്പോൾ കസ്റ്റർഡ് തണുക്കാൻ വെച്ചിട്ട് 2 മണിക്കൂറെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് പുറത്തെടുത്ത് നോക്കാം. കസ്റ്റർഡ് കുറച്ചും കൂടി കട്ടയായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഞാൻ ഇതുപോലുള്ളൊരു വലിയ ബൗളാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് മിക്സ് ചെയ്യാനുള്ള സൗകര്യത്തിന് അതിലേക്ക് ആദ്യം കുറച്ച് കസ്റ്റർഡ് ഇട്ട് കൊടുക്കാം. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ആദ്യം ഫ്രൂട്ട്സ് ഇട്ടിട്ട് അതിൻ്റെ പുറത്തേക്ക് കസ്റ്റർഡ് ഇടുകയോ, ഞാനിവിടെ ചെയ്യുന്നത് ആദ്യം കസ്റ്റർഡ് ഇട്ട് ഇനി ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സും കൂടി ഇട്ട് കൊടുക്കാം. ഫ്രൂട്ട്സ് ഇട്ടതിന് ശേഷം ബാക്കിയുള്ള കസ്റ്റേർഡും കൂടി ഇട്ട് നന്നായിട്ട് സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ കസ്റ്റേർഡ് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പുറത്തേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന സ്നോബോൾസ് ഇട്ട് ഡെക്കറേറ്റ് ചെയ്യാം. നിങ്ങളിത് കഴിക്കുന്ന സമയത്ത് നന്നായിട്ട് സ്നോബോൾ കസ്റ്റേർഡിലിട്ട് മിക്സ് ചെയ്ത് വേണം കഴിക്കാനായിട്ട്. എന്നാൽ മാത്രമേ അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. ഇത് മാത്രം എടുത്ത് കഴിച്ചാൽ നമുക്ക് അത്ര ടേസ്റ്റ് തോന്നില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. സ്നോബോൾ ഇട്ടതിന് ശേഷം ഞാൻ അതിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ മുന്തിരിയൊക്കെ വെച്ച് ഗാർണിഷ് ചെയ്യുന്നുണ്ട്. ഇനി സ്നോബോളിൻ്റെ പുറത്തേക്ക് ഇതുപോലെ ട്യൂട്ടി ഫ്രൂട്ടിയൊക്കെ വെച്ച് നമുക്ക് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. പല കളർ അങ്ങനെ വരുമ്പോഴത്തേക്കും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു അടിപൊളി ഡെസേർട്ടാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മളിത് കഴിക്കേണ്ട സമയത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിക്കാൻ ശ്രദ്ധിക്കണം. കസ്റ്റർഡും ഫ്രൂട്ട്സും ഒക്കെ ഇട്ട് ഇത് മിക്സ് ചെയ്ത് കഴിക്കുമ്പോഴത്തേക്കും ആ മുട്ടയുടെ ടേസ്റ്റ് ഒന്നും അറിയില്ല. നല്ല പഴം പോലെ ഇരിക്കും. ഇപ്പോൾ കസ്റ്റർഡ് ഗാർണിഷ് ചെയ്ത് കഴിഞ്ഞ് ഇത് കാണാൻ വളരെ ഭംഗിയുള്ളതാണ്. കഴിക്കാൻ നല്ല ടേസ്റ്റിയുമാണ്. നിങ്ങൾ ഈ നോമ്പ് കാലത്തൊക്കെ ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും ഇതുപോലുള്ള നല്ല റെസിപ്പിയുമായി നമുക്ക് കാണാം. താങ്ക് യു.